ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, മാജിക് മോർണിംഗ് മാം. ഓക്കെ, ശരി. അപ്പോൾ ഇനി താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കരിയർ കോച്ചായിട്ട് നമ്മുടെ സ്കീയോടെ സ്വന്തം ജാഫർ സാർ ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ടൈം ഈസ് പ്രീഷ്യസ് ഗിഫ്റ്റ് എന്നാണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ജാഫർ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. ജാഫർ സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ഗോപിക. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ് സർ. അതെ. ഓക്കെ ഓക്കെ, റൈറ്റ്, ശരി. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഓക്കെ. എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഞാൻ തന്നെയായിരുന്നു നമ്മൾ പരസ്പരം സംസാരിച്ചതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, വീണ്ടും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ പ്രവചനാഥനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് ഓർക്കുന്നവരുണ്ടോ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാവോ? ആരുമില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ? ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഗോപിക, എന്നെ കേൾക്കാമോ? കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സുപ്രധാനമായ ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. ഒന്നുമില്ല, നമ്മൾ എണീക്കുന്ന സമയത്തിന്റെ മഹത്വവും പ്രാധാന്യവും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയിരുന്നത്. അപ്പോ എന്തൊക്കെയായിരുന്നു അതിൽ നിങ്ങൾക്ക് കിട്ടിയ ലേണിംഗ്സ് എന്തൊക്കെയാന്നുള്ള ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. മാം എന്തേലും പറഞ്ഞോ? നമ്മളെ കുട്ടികളെല്ലാം കുട്ടികളുടെ ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞു. കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രൊഡക്ടിവിറ്റി, അതെ. ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ എഴുന്നേൽക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പോഴാണ് ബ്രഹ്മമുഹൂർത്തം എന്നുള്ളതും ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ എണ്ണി ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ ഒരു പോയിന്റുകൾ ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? 3 മണി മുതൽ 3:30 തൊട്ട് 5:30 വരെ. 5:30 വരെ. 3:30. ഓക്കെ. അപ്പോ ആ സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പ്രകൃതിയും മനുഷ്യ സമൂഹവും ആ സമയത്തിന് നൽകുന്ന പ്രാധാന്യവും ആ പ്രാധാന്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു 45 മിനിറ്റ്സ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് സമയത്തെ കുറിച്ചിട്ടാണ്. മറ്റത് പ്രഭാത സമയം ബ്രഹ്മ മുഹൂർത്തമാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൈമിനെ കുറിച്ചിട്ടാണ്. ടൈമൊക്കെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ മാത്രം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പോ അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ടൈം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത്. അപ്പം സമയത്തെ കുറിച്ച് നമുക്ക് ഇന്നിങ്ങനെ സംസാരിച്ച് നോക്കാം. കുറച്ചൊരു തിയററ്റിക്കൽ സാധനമാണ് പറയുന്നതെങ്കിലും വിഷയം കുറച്ച് ഗൗരവമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക വളരെ ആക്റ്റീവ് ലിസണർ ആയിട്ട് നിങ്ങൾ ഇരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം നേരത്തെ ഗോപിക പറഞ്ഞതുപോലെ ടൈം ഈസ് എ പ്രീഷ്യസ് ഗിഫ്റ്റ്. അമൂല്യമായ ഒരു നിധിയാണ് സമയം എന്നുള്ളത്. അമൂല്യമായ ഒരു നിധിയാണ് സമയം എന്നുള്ളത്. സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? സമയത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സമയത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ജസ്റ്റ്
വൺ ഓർ സിംഗിൾ അല്ലെങ്കിൽ 2 പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ ടൈമിനെ കുറിച്ചിട്ട്? എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ ആളുകൾക്കും, ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനിക്കും ലഭിക്കുക 24 hours മാത്രമായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ആ 24 മണിക്കൂർ നമ്മൾ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ആ 24 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടണം. ആ യൂട്ടിലൈസ് എന്നുള്ള പദം അടിവരയിട്ട് വെക്കണം. യൂട്ടിലൈസ് എന്നുള്ള പദം യൂട്ടിലൈസ് ചെയ്യപ്പെടണം. ഓക്കെ, വെരി ഗുഡ്. ടൈം ഈസ് നെവർ കം ബാക്ക്. ആഹാ, ടൈം ഈസ് നെവർ കം ബാക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. അഥവാ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ തത്തുല്യമായതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. ആ സമയത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയം 1 മണിക്കൂർ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ ഉണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക, അതേപോലെയുള്ള. പക്ഷെ ആ സമയത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അടങ്ങിയ ഒരു ടൈം വീണ്ടും തിരിച്ചു കിട്ടില്ല. അപ്പം സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേപോലെ ആ ഒരു സമയം നമുക്ക് പിന്നെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തത്തുല്യമായതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു എടുക്കാൻ പറ്റും. പക്ഷെ സമയത്തിന്റെ കേസിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ടൈം ഒരു സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സമയം നെവർ ബാക്ക്, തിരിച്ചു വരില്ല എന്നുള്ളതാണ്. ശരി, വെരി ഗുഡ് പോയിന്റ്. പിന്നെ വേറെന്തെങ്കിലും ഒരു പോയിന്റും കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ടൈം ഈസ് മണി. ഓ, ടൈം, കൃഷ്ണമൂർത്തിയുടെ ഒരു കമന്റ്, ടൈം ഈസ് മണി. സമയത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. നമ്മൾ ശരിക്കും ഓരോ സമയത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പൊ മാം പറഞ്ഞത്. പ്ലാനോട് കൂടിയിട്ട് നമ്മൾ ഓരോ സമയത്തെ ഉപയോഗപ്പെടുത്തണം. കാരണം നേരത്തെ പറഞ്ഞ നമ്മൾ എന്താണ്, പിന്നെ ആ ഒരു സമയം നമുക്ക് തിരിച്ചു വരില്ല ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട്, കാരണം ഇപ്പൊ നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഫങ്ഷൻസ് ഒക്കെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ നടത്തുക. അപ്പൊ കാരണം അത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ, കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമ്മൾ അത് ആവിഷ്കരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും മനോഹരമായ രീതിയിൽ അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ കാണിക്കും. അപ്പൊ അതേപോലെ നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒന്നാണ് ടൈം. അപ്പൊ അതിനെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം നമ്മൾ ടൈമിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ടൈമിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്ക് ഓരോരോ അഭിപ്രായങ്ങൾ, ഓരോരോ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഓരോരോ പ്രത്യേകതകൾ ഇങ്ങനെ പറയാനുണ്ടാവും. അതിലൊന്നാണ് നേരത്തെ മാം പറഞ്ഞത്, ടൈം നെവർ റിട്ടേൺസ്. ഒരിക്കലും തിരിച്ചു വരില്ല ജീവിതകാലത്ത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടൈം നമുക്കത് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഓരോ പോയിന്റും നമ്മൾ അതിന്റെ ഗൗരവത്തെ, അതിന്റെ അർത്ഥത്തെ നമ്മൾ ഉൾക്കൊള്ളണം കേട്ടോ. ഒരു നിലക്കും പിന്നെ നമുക്ക് തിരിച്ചു വരില്ല നഷ്ടപ്പെട്ടു പോയ സമയം എന്നുള്ളത്. പിന്നെ മണി കാൺ ബൈ എ ടൈം. അതോ നമുക്ക് സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ അധികാരത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും സമയത്തെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ മരണം അടുക്കുകയാണ്, മരണം ഒരാൾക്ക് നിശ്ചയിച്ച മരണം. ആ സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം അവനക്ക് എന്ത് ചെയ്യുന്നില്ല, സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ല. അവ എത്ര വലിയ കോടീശ്വരനാണ്, എത്ര വലിയ എല്ലാ പണവും പവറും എല്ലാം ഉണ്ട്, സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷെ പണം കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് ടൈം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഈ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ കാണാം, ചില ആക്സിഡന്റുകളൊക്കെ ഇങ്ങനെ കാണാം, അല്ലേ? ആ കുട്ടി റോട്ടുമൊക്കെ ഇറങ്ങലും സെയിം സമയത്ത് ഒരു ലോറി വന്നിട്ടോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വന്നിട്ടോ എന്ത് ചെയ്യുന്നതാണ്, ഇടിപ്പിച്ച് തെറിപ്പിച്ചു പോകണം. നോക്കൂ ആ ടൈമിങ് എത്രമാത്രം പിന്നെ എന്താണ് ആ ഒരു ആക്യുറസി നോക്കി നോക്കും. കുട്ടി റോഡുമൊക്കെയായിട്ട് വണ്ടിമൊക്കെ പോകലും ഒറ്റ സെയിം സമയത്തിന്, അല്ലെങ്കിൽ ഒരു വാഹന അപകടം നടക്കുന്നു, ഒരു ബൈക്ക് വന്ന് തെറിച്ചു പോകുന്നു, സെയിം സെക്കൻഡിൽ തന്നെ മറ്റൊരു വണ്ടി വന്നിട്ട് കയറി പോകുന്നതൊക്കെ കാണാം. ടൈമാണ് അവിടെ, ടൈം. അപ്പൊ എത്ര പണമുണ്ട്, അധികാരമുള്ള ആളാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ രക്ഷപ്പെടുവോ? ഇല്ല. അപ്പൊ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര വലിയ അധികാരം പവറുള്ള ആളാണെങ്കിലും ടൈം തന്നെയാണ്. അതിൽ നിന്ന് എന്ത് ഗുണം ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടൈമിനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയില്ല.
പിന്നെ ടൈമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴേക്കും ചരിത്രങ്ങൾ സൃഷ്ടിക്കുകയാണ്. ചരിത്രങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ, ഇന്നലെ ഉള്ളതിപ്പം ഇന്നലെ ഉള്ള നമുക്ക് ഇന്നെന്താണ്, ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററിയാണ് അല്ലെ, ഹിസ്റ്ററിയാണ്. ഇപ്പൊ പ്രസന്റ് ആണ്. ഇന്നലെ നമ്മള് ഇന്നലെ പകൽ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഉപയോഗിച്ച ഓരോ സമയവും ഹിസ്റ്ററി ആയി പോയി. അപ്പം സമയം എന്ന് പറയുന്നത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് ശരിക്കും ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ സമയത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം നമ്മള് ഉൾക്കിടലം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ 2-3 പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് വയസ്സാണോ ഉള്ളത് അതല്ല സമയമാണോ ഉള്ളത് എന്നുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പറയും അദ്ദേഹം 65 വയസ്സ് വരെ ജനിച്ചു, അതല്ലെങ്കിൽ അദ്ദേഹം 55 വയസ്സ് വരെ ജനിച്ചു അല്ലെ, ഇങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യനിക്കുള്ളത് വയസ്സല്ല, സമയമാണ്. ദൈവം ഈ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്താണ്, ആ മനുഷ്യർക്ക് കുറച്ച് സമയം, ഇത്ര മണിക്കൂർ സമയം ഈ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യനെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇത്ര വയസ്സ് വരെ എന്നുള്ള കണക്കല്ല ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്ര ടൈം, കുറച്ച് സമയം അവനക്ക് എന്താണ് അത് അവന്റെ കൂടെ കൊടുത്തയച്ചിട്ടാണ് മനുഷ്യനെ ഭൂലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അദ്ദേഹം 65 വയസ്സ് വരെ അല്ലെങ്കിൽ 55 വയസ്സ് വരെ, വയസ്സല്ല. വയസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അറബിക്കിന്റെ വയസ്സ് എടുത്തു നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷിന്റെ വയസ്സ് എടുത്തു നോക്കുകയാണെങ്കിലും ഒരു കുട്ടിയുടെ അറബിക് കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വയസ്സും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ വയസ്സിൽ വ്യത്യാസം ഉണ്ടാകും. മലയാളത്തിന്റെ കലണ്ടർ എടുത്തു നോക്കുകയാണെങ്കിലും പിന്നെ ഇംഗ്ലീഷിന്റെ കലണ്ടർ ദിവസങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്രിഗോറിയൻ കലണ്ടർ, ഇത് ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നമ്മളെ ഇത് പറയില്ലേ, ഈജിപ്ഷ്യൻ നാഗരികതയിൽ ആൻഷ്യന്റ് ഈജിപ്തിൽ ആ നൂറ്റാണ്ടിൽ ഡെവലപ്പ് ചെയ്താണ് ശരിക്കും ഈ പറയുന്ന ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നത്. അതിന്റെ മുന്നേക്കുള്ള വർഷങ്ങൾ ഈ 365 വർഷമാണല്ലോ ഒരു വർഷം ഉള്ളത്. 400 വർഷമുള്ള ഇയറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 200-ൽ താഴെ ദിവസങ്ങളുള്ള വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മനുഷ്യൻ സെറ്റ് ചെയ്യുന്നതാണ് ശരിക്കും അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറഞ്ഞാൽ സണ്ണിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അറബിക് കലണ്ടർ മൂണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഓരോരോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ ദിവസങ്ങൾ ഓരോന്നിനും ഓരോ മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കലണ്ടറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ച ആളുകൾ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ വേറൊരു കലണ്ടർ പ്രകാരം അവനിക്ക് 55 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്റെ തിയറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ദൈവം നൽകിയത് കുറച്ച് സമയമാണ്. ഇന്ന സമയം വരെ എനിക്ക് ഇവിടെ ജീവിക്കാം. ഇപ്പൊ നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 മണിക്കൂർ, അല്ലെങ്കിൽ കാർ ടാക്സി പാർക്കിംഗ് ഒക്കെ 1 മണിക്കൂറിനാട്ടോ 30 രൂപ, അല്ലെങ്കിൽ 2 മണിക്കൂറിനാട്ടോ 40 രൂപ, ഇങ്ങനെയൊക്കെ പറയണം. ടൈമാണ് മനുഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സംഗതികൾക്ക് കൊടുക്കുക. ഫിസിക്കൽ സാധനങ്ങൾക്കൊക്കെ ടൈം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതേപോലെ മനുഷ്യനിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ടൈമാണ്. ഇത്ര സമയം ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഒരു ആവറേജ് ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്നൊക്കെ നമ്മൾ പറയും. കേരളത്തിലുള്ള മനുഷ്യന്മാരുടെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 65 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. അപ്പൊ കേരളത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് 65 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ് നോർമൽ കേരളത്തിന്റെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടോ വിചാരിക്കുന്നു. അഥവാ കേരളക്കാർ പൊതുവെ മരിക്കുന്ന ഒരു സമയം ഏജ് എന്ന് പറയുന്നത് 65 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. ജപ്പാനിൽ അത് 90 ഉണ്ട് കേട്ടോ, 75 ഉള്ളതുണ്ട്. ഓരോരോ രാജ്യത്തിന്റെയും അവിടുത്തെ എയർ ക്വാളിറ്റി, അവരുടെ വാട്ടർ ക്വാളിറ്റി, അവരുടെ എക്കോസിസ്റ്റം, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്തായിരിക്കും പിന്നെ വയസ്സിലുള്ള എക്സ്പെക്ടൻസി കുറയും. ഇപ്പൊ നമുക്ക് കേരളത്തിൽ 65 ഉണ്ട്, 60 ഒക്കെ ഉള്ളതുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ആവറേജ് എക്സ്പെക്ടൻസി, ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 65 മുതൽ 70 വയസ്സ്. അപ്പൊ നോർമലി ഒരാൾ എന്ത് ചെയ്യും, 65 വയസ്സ് വരെ ജീവിക്കും. 70 എന്ന് പറഞ്ഞാൽ 70 വരെ മേ ബി കിട്ടാം എന്നുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട ഓഡിയൻസ്, ബി മാജിക് ഉള്ള പ്രവർത്തകർ, പിന്നെ സുഹൃത്തുക്കളെ, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 65 വയസ്സ് വരെ നമ്മളൊക്കെ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 365 ദിവസമാണുള്ളത്. അപ്പൊ സാധാരണ ഒരു മനുഷ്യൻ 65 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ
എന്താണ് 65 × 365 എന്ന് പറയുമ്പോൾ കേവലം 23,725 ദിവസം മാത്രമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഗൗരവപ്പെട്ട് മനസ്സിലാക്കുക. എനിക്ക് എത്രയാണ് സമയമുള്ളത്? കേവലം 23,725 ദിവസം മാത്രമേ ഈ ഭൂമിയിൽ എനിക്ക് സമയമുള്ളൂ. 23,000 ദിവസേ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഭൂലോകത്ത് എനിക്ക് ആകെ ഉള്ളത് 23,000 ദിവസം. എത്രമാത്രം വെരി വെരി ഷോർട്ടാണ് നമ്മുടെ പീരീഡ്, നമ്മുടെ ലൈഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നിന്ന്. ഇനി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, നമുക്കറിയാം 2 ദൗർബല്യങ്ങൾക്കിടയിലാണ് ഒരു മനുഷ്യന്റെ ജീവിതം. വാട്ട് ഈസ് ദാറ്റ്? 2 ദൗർബല്യങ്ങൾക്കിടയിലാണ് മനുഷ്യന്റെ ജീവിതം. അഥവാ ആദ്യത്തെ 15 വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയായിരിക്കും, ഞാൻ സ്വയം തീരുമാനം എടുക്കാനോ സ്വയം ആലോചിക്കാനോ സ്വയം ഒരു ഇൻഡിപെൻഡന്റ് ആവാത്ത ഒരു സമയമായിരിക്കും. മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സമയമായിരിക്കും 15 വയസ്സ് വരെ. അപ്പൊ ആ 15 വയസ്സ് വരെ ഞാനായിട്ട് ജീവിച്ചിട്ടില്ല. അപ്പൊ ആ 15 ദിവസം എനിക്ക് പോയി, 15 വർഷം എനിക്ക് പോയി, കാരണം ഞാനായി ജീവിച്ചതല്ല. ഇനി 2 ദൗർബല്യം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ ദൗർബല്യം നമ്മൾ കുട്ടിയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ദൗർബല്യം 50 വയസ്സ് കഴിഞ്ഞാലുള്ള പിന്നത്തെ 15 വർഷം അല്ലെ? അപ്പോഴും നമുക്ക് മറ്റാളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, സാമ്പത്തികമായി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ ദുർബലത അനുഭവിക്കണം 50 വയസ്സിന് ശേഷം. അപ്പൊ 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ആ ഒരു 15 വർഷം ഞാൻ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും. ഞാനായിട്ട് ജീവിക്കുന്ന ആളല്ല അപ്പൊ ആ സമയത്ത്. അപ്പൊ പിന്നെ നമുക്ക് എത്രയാണ് ഉള്ളത്? നമ്മളായി ജീവിക്കുന്നത് 30 വയസ്സ് ഇപ്പൊ അങ്ങനെ പോയി, ആകെ നമുക്ക് 65 വയസ്സാണ് ഉള്ളത്. അതിൽ 30 വയസ്സ് അങ്ങനെ. അപ്പൊ കേവലം 30 വർഷം മാത്രമാണ് ശരിക്കും എന്തുള്ളത്? നമ്മളായിട്ട് ഞാനായിട്ട് ജീവിക്കുന്നത്. നമുക്ക് ആകെ ഉള്ളതോ 65 വയസ്സുള്ള ഒരാൾക്ക് അനുവദിക്കപ്പെട്ടത് 23,725 അപ്പൊ അതിന്റെ പകുതിയിലേക്ക്, അതിൽ നിന്ന് 30 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസമാണ് നമുക്ക് ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ. അപ്പൊ കേവലം 10,000 ചില്ലാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഭൂലോകത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് സമയത്തിന്റെ പ്രത്യേകത. അപ്പൊ സമയം എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം 10,000 ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ പാടുപെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസും, അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, എല്ലാം നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 10,000 ദിവസം. ആകെ ഒരു മനുഷ്യരുള്ളതോ, ഒരു ജനിച്ചു വീണ കുട്ടിക്ക് ആകെ 23,000 ചില്ലാനം ദിവസം മാത്രം ഇവിടെ താമസിക്കാനാണ്. ഇനിയിപ്പോ അത് നമ്മൾ മണിക്കൂറിലേക്ക് നോക്കുകയാണെങ്കിലോ, ഏകദേശം ഈ 65 വയസ്സ് വരെ ഒരാൾ ജീവിക്കുന്നത് കേവലം 5,69,400 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 5 ലക്ഷം മണിക്കൂർ മാത്രം. അപ്പോ എ മാൻ ലിവിംഗ് ഫോർ 5 years വുഡ് ഹാവ് എന്താണ് 5,69,400 hours മാത്രമാണ് നമ്മളൊരു മനുഷ്യനുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ വേദഗ്രന്ഥങ്ങളൊക്കെ സമയത്തിന് അപാരമായിട്ട് എന്ത് ചെയ്തതെന്നറിയാം, അതിന്റെ മഹത്വം പറഞ്ഞ് ജനങ്ങളെ ഉദ്ഘോഷിച്ചത്. സമയത്തെ നിങ്ങൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. മതഗ്രന്ഥങ്ങളെല്ലാം സമയത്തിന് പ്രാധാന്യം നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇസ്ലാം മതപ്രകാരം അവനക്ക് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ദൈവം അവനെന്ത് ചെയ്യും? അവനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത്ര വയസ്സ് അല്ലെങ്കിൽ ഇത്ര സമയം ദുനിയാവില് ഭൂലോകത്ത് എനിക്ക് സമയം തന്നിരുന്നല്ലോ, ആ സമയത്ത് നീ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള ഫസ്റ്റ് ചോദ്യം സമയത്തെ കുറിച്ചായിരിക്കും. എങ്ങനെയായിരുന്നു ഞാൻ നിനക്ക് തന്ന സമയത്തെ നീ ഉപയോഗിച്ചിരുന്നത്? അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ അവിടെ തീർന്നു. അപ്പൊ സമയം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഇനി സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രവാചകന്മാരും മറ്റു പുരോഹിതന്മാരൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് പോകണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോകണം. ഒന്ന് കഴിഞ്ഞല്ലോ, പിന്നെ റെസ്റ്റ് ആവും, ഒന്ന് കാലിട്ട് കടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാം എന്നുള്ളതല്ല വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. അടുത്തതിലേക്ക് നീ പോകണം എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ സമയത്ത് വിശ്രമം എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്തിട്ട് നമ്മൾ വിശ്രമം എടുക്കും. ഓക്കെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാരായ നമ്മള് ഈ സമയത്തെ 4 രൂപത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. കേവലം 4 രൂപത്തിലാണ് എല്ലാ മനുഷ്യന്മാരും അവനിക്ക് നൽകപ്പെട്ട പ്രകൃതി അല്ലെങ്കിൽ ദൈവം അവനിക്ക് നൽകപ്പെട്ട സമയത്തെ അവൻ എന്ത് ചെയ്യുന്നു? 4 രൂപത്തിലാണ് അവൻ ഉപയോഗപ്പെടുത്തുന്നത്. ആ 4 രൂപങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ സംസാരിക്കും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേ നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം.
അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് ടൈം എഫക്റ്റീവ്ലി ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആൻഡ് മോർ സക്സസ്ഫുൾ ലൈഫ്. അപ്പോ സമയം എന്താണ് മനസ്സിലാക്കുക, അതിന് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക, അത് മാനേജ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റിക്ക് നിമിത്തമാകുന്നു. അതുപോലെ തന്നെ ലൈഫ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് നിമിത്തമാകുന്നു എന്നുള്ളതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ് ആണ്. ഓക്കെ, ഇനി ഏത് രൂപത്തിലാണ് മനുഷ്യന്മാർ അവരുടെ സമയത്തെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ 4 രൂപത്തിലാണ് മനുഷ്യന്മാരുടെ സമയത്തെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഒന്നാമത്തെ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തും. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ടൈം സ്പെൻഡ് ഓൺ ആക്ടിവിറ്റീസ് ദാറ്റ് ഈൽഡ് ലോങ് ടൈം ബെനിഫിറ്റ്. ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടി അപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ സമയത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പല ആളുകൾ അവരുടെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കോഴ്സ് ലേണിംഗ്, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അല്ലെ, ഡിഗ്രിയും PGയും MCOMും ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കോഴ്സുകൾ നമ്മൾ എടുത്ത് പഠിക്കുന്നു. അത് നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. സമയത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ടൈമിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. നമുക്ക് കിട്ടുന്ന 24 മണിക്കൂറിന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വേണ്ടി എത്ര മണിക്കൂർ ചെലവഴിക്കണം എന്നുള്ള എന്റെ അടുത്ത സ്ലൈഡിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടൈമിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതുപോലെ സ്കിൽ ബിൽഡിംഗ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കില്ലുകൾ, ലാംഗ്വേജ് സ്കില്ല്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്കില്ല്, ഇങ്ങനെ റൈറ്റിംഗ് സ്കിൽ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഡ്രൈവിംഗ് സ്കില്ല്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സ്കില്ലുകൾ നേടാനും വേണ്ടി നമ്മൾ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പ്രയേഴ്സ്, പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളത് അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ലോങ് ടൈം റിസൾട്ടിന് വേണ്ടി മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് പ്രയേഴ്സ്. അതുപോലെ പ്ലേ വിത്ത് ചിൽഡ്രൻ, നമ്മൾ നമ്മുടെ കുട്ടികളോടൊത്ത് കളിക്കുക എന്നുള്ളത്, അവരോടൊത്ത് സമയം ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും, ചിലപ്പോൾ ഉമ്മമാരുണ്ടായതുകൊണ്ടാണ് ഞാനത് പിന്നെ കൂടുതൽ അതോടെ ഞാൻ അണ്ടർലൈൻ അവിടെ പരാമർശിച്ചത്. പലപ്പോഴും കുട്ടികളോടൊത്ത് കളിക്കുക, സമയം ചെലവഴിക്കുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൈം വേസ്റ്റ് ആയിട്ട് കാണാറുണ്ട്. അല്ല, അത് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ നമ്മുടെ ടൈമിനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലായിരിക്കണം നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവേണ്ടത് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ എക്സസൈസ് ഒരു ഉദാഹരണങ്ങളാണ്. എക്സസൈസ് അതും ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്ലീപ് 4 hours, 5 hours ഒരു മനുഷ്യൻ കടന്നുറങ്ങുക എന്നുള്ളത് അതും ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഈ പറയപ്പെടുന്ന 4 വേസ് ഓഫ് സ്പെൻഡിങ് ആയിരിക്കും സമയം. 4 മാർഗത്തിലൂടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം, കൂടുതൽ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണെന്നുള്ളൂ, അതിൽ എത്ര സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് ചെലവഴിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമ്മുടെ ടൈമിന് സ്പെൻഡ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടൈം ഓഫ് യൂട്ടിലൈസ്. ചില ആളുകൾ സമയത്തെ യൂട്ടിലൈസ് ചെയ്യപ്പെടും, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, സമയത്തെ അവർ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും. യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ റീഡിങ് ബുക്സുകളൊക്കെ വായിക്കുക. ബുക്സുകളൊക്കെ വായിക്കുന്ന ഒരു ലോങ് ടൈം ബെനിഫിറ്റ് അല്ല കൂടുതൽ അതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഉടനെ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും, നോളജ് നമുക്ക് കിട്ടും, തിങ്കിങ് നമുക്ക് കിട്ടും, അല്ലെ? അപ്പൊ റീഡിങ് ബുക്സ് ടൈം യൂട്ടിലൈസേഷൻ ആണ്. കുക്കിംഗ്, ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുക എന്ന് പറയുന്നത് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ, ടൈമിനെ ഉപയോഗപ്പെടുത്തുകയാണ്. സമയത്തെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്, പത്രങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് ടൈമിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതാണ്. മറ്റു വർക്കുകളൊക്കെ ചെയ്യുക, ക്രാഫ്റ്റ് വർക്കുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ടൈമിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടാം. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയത്തിൽ ഏറ്റവും കൂടുതൽ ടൈമിനെ, അവേഴ്സിനെ മാറ്റിവെക്കേണ്ടത് ടൈം ഇൻവെസ്റ്റ്മെന്റിനും ആഫ്റ്റർ ദാറ്റ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഡെയിലി വർക്ക്സിൽ ഞാൻ എത്രയാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും ടൈം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ ഒന്ന് മനസ്സിലൂടെ ഒന്ന് റിവിഷൻ നടത്തി നോക്കണേ. ഇനി മൂന്നാമത്തെ കാര്യം, കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈമിനെ സ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. ടൈം ഇങ്ങനെ ടൈമിനെ സ്പെൻഡ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ വാച്ചിങ് മൂവി, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടും ഒരു റിസൾട്ട് കൊണ്ടുവരുന്നില്ല, ബെനിഫിറ്റ് കൊണ്ടുവരുന്നില്ല. അത്തരം കാര്യങ്ങളാണ് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. കാഷ്വൽ സ്ലീപ്പിംഗ്, അഥവാ വെറുതെ ഇങ്ങനെ പകലൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒന്ന് കടന്നുറങ്ങാം അല്ലേ, അങ്ങനെ കാഷ്വൽ സ്ലീപ്പിംഗ് ഇങ്ങനെ ചെയ്യാം. അതൊക്കെ ടൈമിനെ അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. ട്രിപ്പ് പോവാം. ടൈം സ്പെൻഡിന്റെ എന്ന് വെച്ചാൽ ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവം ഉണ്ടാവില്ല. ആ ടൈപ്പ് ഓഫ് വർക്കുകളാണ് ഈ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ. അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ മൈക്ക് ഇങ്ങനെ ശബ്ദം വരുന്നു. ട്രിപ്പ് പോവാ, ട്രിപ്പുകളൊക്കെ പോവാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ടൈം സ്പെൻഡ് ആണ്, ശരിക്കും ടൈം സ്പെൻഡിങ് ആണ്. ജോബ് ഫോർ അതേഴ്സ്, നമ്മുടെ വർക്കുകൾ നമ്മൾ രാവിലെ 10 മണി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പണിക്ക് പോകും, ജോലിക്ക് പോകും. ഈ ജോലിക്ക് പോകുന്ന ആ സമയം ശരിക്കും യൂട്ടിലൈസ് ചെയ്യാണോ, അല്ലെ ഇൻവെസ്റ്റ് ചെയ്യാണോ, അല്ലെ ടൈം സ്പെൻഡ് ചെയ്യാണോ? യഥാർത്ഥത്തിൽ ആ വർക്ക് എന്താണ്, ടൈമിനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജോലികൾ ടൈം സ്പെൻഡ് ആണ്, യൂട്ടിലൈസ് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്പെൻഡിങ് ആണ്. ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഈവനിങ് വാക്ക് ചെയ്യാം. ഗുണവും ഉണ്ടാവില്ല, ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ അവന്റെ സമയത്തിൽ കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നതിലായിരിക്കും ഉണ്ടാവുക. യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതും ഉണ്ടാവില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ഉണ്ടാവില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ലോ അത്രക്കും ഇതുള്ള ആളുകൾ മാത്രമേ ടൈമിന് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. നോർമൽ ലൈഫിൽ എല്ലാ ആളുകളും അവരുടെ എന്താ ചെയ്യാണ്, ടൈമിനെ സ്പെൻഡ് ചെയ്യാണ്. ഇപ്പൊ രാവിലെ നമ്മൾ എണീച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നു, അതിന് ടൈം സ്പെൻഡിങ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ അതിനുശേഷം പ്രയർ എടുക്കുകയാണെങ്കിൽ അത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നു. ശേഷം നമ്മൾ അടുക്കളയിൽ പോകുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശരിക്കും എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പിന്നെ ടൈം സ്പെൻഡിങ് ആണ്. അപ്പൊ ഒരു മനുഷ്യന്റെ വീട് വൃത്തിയാക്കുന്നു, അതുപോലെ ഡ്രസ്സുകൾ അലക്കുന്നു, ഇതൊക്കെ ടൈം സ്പെൻഡിൽ പെട്ടതാണ്. ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് ടൈം വേസ്റ്റ് ആണ്. ടൈമിനെ വേസ്റ്റ് ആക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും, ആക്ടിവിറ്റികൾ ഉണ്ടാവും, ടൈമിനെ വേസ്റ്റ് ആക്കുന്ന ആക്ടിവിറ്റികൾ. അതിൽ പെട്ടതാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. ടൈമിനെ വേസ്റ്റ് ആക്കാണ് ശരിക്കും. അതുപോലെ ഗെയിംസ് കളിക്കുക എന്നുള്ളത്, അതുപോലെ സ്ലീപ്പ് ആഫ്റ്റർ 8 hours. ഒരു മനുഷ്യൻ മാക്സിമം ഉറങ്ങേണ്ട സമയമാണ് 8 മണിക്കൂർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. മിനിമം ഉറങ്ങേണ്ട സമയമല്ല, മാക്സിമം ഉറങ്ങേണ്ട സമയമാണ് 8 hours. അതിനുശേഷം വീണ്ടും ഒരാൾ കടന്നുറങ്ങുകയാണ്. ഒരു 24 മണിക്കൂർ ഒരാൾ 8 മണിക്കൂറിലധികം കടന്നുറങ്ങുകയാണെങ്കിൽ അപ്പൊ ആ ടൈമിന് എന്ത് ചെയ്തു, അത് വേസ്റ്റ് ആണ്. ആ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു 5 മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങുകയാണെങ്കിലോ അത് ഇൻവെസ്റ്റ്മെന്റും ആണ്. കാരണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നൈറ്റ് വാക്ക്, വെറുതെ രാത്രി ഒക്കെ ഉണ്ടാവല്ലോ, പോയി ഒന്ന് മന്തിയൊക്കെ അടിച്ചു വരാടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ, ഇതൊക്കെ കൂടുതൽ ഇപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ കാണുന്നതുകൊണ്ടാണ് നൈറ്റ് വാക്ക് അല്ലെ. നൈറ്റ് വാക്ക് ഒക്കെ ടൈം വേസ്റ്റ് ആണ് ശരിക്കും. വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാവും, അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് ഒരു 12 മണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നൈറ്റ് വാക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലും കൂടുതൽ നോർമൽ ആയിട്ടുള്ള ഒരു ശരാശരി ബിലോ ശരാശരിക്കാരനൊക്കെ അവരുടെ ടൈമിന് കൂടുതൽ എന്തായിരിക്കും, ടൈം വേസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവൻ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ നമ്മൾ പറയുന്നതെന്ന് അറിയാം. നമ്മുടെ ഓരോ ആക്ടിവിറ്റികളും ഈ കാറ്റഗറിയിൽ ഏതിലാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനനുസരിച്ച് നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യണം, നമ്മൾ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മൾ ചെയ്യാം, നമ്മളെല്ലാം. അപ്പൊ ചില ആൾക്കാർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർ പറയാം ഇതൊക്കെ ഒരുപാട് അറിവും നോളജൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയും. അവർ വിചാരം അത് നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ്. നോ, ദാറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷനെ നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ ഇതിൽ ഏതിലാണ് കൂടുതൽ വരിക എന്നുള്ളതിൽ ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ 4 ടൈപ്പ് ഓഫ് ടൈം. ഈ 4 കാര്യങ്ങളിലൂടെ 4 രീതിയിലായിരിക്കും മനുഷ്യന്റെ എവരിത്തിങ് സമയവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇൻവെസ്റ്റ്മെന്റിനായിരിക്കണം. എങ്ങനെയാണ് ടൈം അലോക്കേഷൻ? അഥവാ നമുക്ക് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്തായിരിക്കണം നമ്മുടെ 40%. 24 മണിക്കൂറിലെ 40% എന്തായിരിക്കണം, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം.
അപ്പൊ 24-ലെ 40 എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 24-ന്റെ 40% എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ആർക്കാ പറയാൻ പറ്റും? മാത്സ് ആർക്കാ പിടിപാടുള്ളത് നോക്കട്ടെ. ആരും ഇല്ലേ? ഏകദേശം 10 മണിക്കൂർ. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓക്കെ. അപ്പൊ ഏകദേശം 10 മണിക്കൂറോളം നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് 30% എന്ത് ചെയ്യണം? യെസ്, വെരി ഗുഡ്. യൂട്ടിലൈസേഷൻ 30% നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അതുപോലെ സ്പെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ കേവലം 20% മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപയോഗിക്കാൻ പാടുള്ളൂ. വേസ്റ്റ് ഓഫ് ടൈം വെറും 10% മാത്രം, 1 മണിക്കൂർ അത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വേസ്റ്റ്. സോഷ്യൽ മീഡിയയിലൊക്കെ മാക്സിമം 24 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്കൊക്കെ ആകെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 10% മാത്രമേ നമ്മൾ മാറ്റി വെക്കാൻ പാടുള്ളൂ. അപ്പൊ മനുഷ്യന്റെ 24 അവേഴ്സിനെ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കണം. അപ്പൊ ഇനി നിങ്ങളുടെ ഡെയിലി വർക്ക് നിങ്ങൾ നോക്കുക, അതൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയിലാണോ നിങ്ങളുടെ എൻഗേജ്മെന്റ് എന്നുള്ളത് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റീതിങ്കിങ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈപ്പിംഗിലായിരിക്കണം നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രേറ്റ് പ്രൊഡക്ടിവിറ്റിയും സക്സസ്ഫുൾ ലൈഫും ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ നിങ്ങൾക്ക് ലഭ്യമാവുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനിലേക്കൊക്കെ നമുക്ക് പോകാം. ഓക്കെ, ദെൻ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. താങ്ക്സ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെയിലി റൂട്ടീനസിനൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ ജാഫർ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. എനിവേ ഈ സെഷന്റെ നമുക്ക് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റിൽ ആരിലൊന്നും അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ട് ഗോപിക? ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ എന്നോട് ഒരു വ്യക്തി ചോദിച്ചതാണ്, പിന്നെ ടീച്ചർ എത്ര മണിക്കാ എഴുന്നേൽക്കാറെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു 4:30 to 5:30 ഉള്ളിൽ എന്തായാലും എഴുന്നേൽക്കും. കാരണം ഞങ്ങൾക്ക് രാവിലെ മെഡിറ്റേഷനും ക്ലാസ് ഒക്കെ ഉണ്ട്. വെറുതെ അല്ല ടീച്ചർ ഇത്ര എനർജറ്റിക് ആയിരിക്കണം, ഈ പുലർച്ചെയൊക്കെ എണീക്കണോണ്ടാണ് എന്ന്. അപ്പൊ രാവിലെ എണീക്കുന്നത് ആരോഗ്യത്തിന് തന്നെയല്ല, നമ്മളെ തരുന്നൊരു സമയമാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറയണ്ടായി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം കൂടി കിട്ടിയപ്പോ എന്റെ ഭാഗം എനിക്കൊരു സന്തോഷം തോന്നി. എന്തായാലും രാവിലെ എഴുന്നേക്ക മാജിക്കിൽ വന്നതിന് ശേഷമാണ് നമ്മള് ഇത്ര നേരത്തെ എണീക്കാനും നമ്മളെ കാര്യങ്ങൾ ചിട്ടയോട് ചെയ്യാനൊക്കെ നമ്മള് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ മുന്നേ ചെയ്തിരുന്നു, പക്ഷെ ഇത്ര എന്താ പറയാ കൃത്യമായിട്ട് നമ്മള് മാറ്റം. അതുപോലെ സാറ് പറയണ പോലെ നമ്മൾ ഈ രാവിലെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടോന്ന് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ പറയും, ഞങ്ങൾക്ക് സമയം കൂടി കിട്ടുന്ന കുറച്ച് സമയമാണ്, അത് ഉറങ്ങണം. രാവിലെ 6 മണിക്ക് 6:30 ഞങ്ങൾ എഴുന്നേൽക്കും. അപ്പോഴൊക്കെ ഞാൻ പറയും, സമയമില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. കാരണം ഞാനും നിങ്ങളെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാ. ഞാൻ നിൽക്കണ്, അപ്പൊ എഴുന്നേറ്റ് എന്റെ കാര്യങ്ങളൊക്കെ നടക്കണില്ല, അപ്പൊ നിങ്ങളെ കാര്യങ്ങളും നടക്കണം പറയരുത് പറയും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ആൾക്കാര് സമയത്തെ ഒരുപാട് സത്യം തന്നെയുണ്ടായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാഡം, ശരി. എനിക്ക് ആ വിഷയത്തിൽ ഒന്ന് ചെറിയൊരു കമന്റ് പറയാനല്ലേ. നിങ്ങൾ ആ ടീച്ചേഴ്സോട് സമയമില്ല എന്ന് പറയുന്ന ടീച്ചേഴ്സിനോട് പറയേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യന്മാർക്കുള്ളത് 24 മണിക്കൂറാണെന്നല്ലോ, 24 മണിക്കൂറാണെന്ന് പറഞ്ഞല്ലോ. സമയമില്ലാത്തതല്ല, സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. സമയം കണ്ടെത്തലാണ് നമ്മൾ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി.
നിങ്ങളൊരു കാര്യം അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ നിങ്ങൾ അപ്പൊ സമയം കണ്ടെത്തും. അപ്പൊ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ള പോളിസിയാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. സമയം കണ്ടെത്തുക. സമയം ഉണ്ടായിക്കോളൊന്നുണ്ടാവില്ല, തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തണം നമ്മൾക്ക് വേണ്ടി. നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന് 24 hours ആണുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് സമയം കണ്ടെത്തുന്നുണ്ട്. കുറച്ചൊന്ന് അമേരിക്കന്റെ ഒക്കെ പ്രസിഡന്റ് ആയാലും എന്റെ ലോകത്തെ മൊത്തം രാജ്യങ്ങളുടെ കാര്യങ്ങളും ആഭ്യന്തരവും അന്താരാഷ്ട്രം എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അതിനൊക്കെ സമയം, ഡിസ്കഷൻ, ആലോചന, രാജ്യത്തിന്റെ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ, ആഭ്യന്തര കാര്യങ്ങൾ, ഇതിനൊക്കെ ഉള്ള സമയം ഉണ്ടാവോ? എന്നാൽ ഇവർക്കൊക്കെ സമയമില്ലേ? ഉണ്ട്, ധാരാളം ഉണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ വരുന്നുണ്ട്, ഫ്രാൻസിൽ പോകുന്നുണ്ട്, അവിടെ ഇവിടെയും അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അത് ആ ടൈമിനെ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നുള്ള ഒരു പോളിസിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. സമയം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. സമയം അങ്ങനെ ഓടിപ്പോകുന്ന ഒരു സംഗതിയാണ്. അതിൽ നമ്മൾ സമയത്തിന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും ചെയ്യും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? ഹലോ, മാജിക് മോർണിംഗ്, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ ആണ് സർ, പറഞ്ഞോളൂ. വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ്. കാരണം ടൈം മാനേജ്മെന്റിലെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സമയത്തെ കുറിച്ച് നേരത്തെ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഈ ബി മാജിക്കിലുള്ള ആളുകളും അതേപോലെ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീക്കുന്ന ആളുകളൊക്കെ സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും 24 മണിക്കൂറാണെങ്കിലും ആ സമയത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു 8 മണിക്ക് എഴുന്നേൽക്കുന്ന, ഒരു 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളെ അപേക്ഷിച്ച് നമുക്ക് ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ദിവസം നമുക്ക് അധികം കിട്ടും. ആ ഉറങ്ങുന്ന സമയം അധികം വെറുതെ വേസ്റ്റ് ആയി ഉറങ്ങുന്ന സമയത്തല്ല. 8 മണിക്കൊക്കെ എഴുന്നേറ്റ് 10 മണി 12 മണിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് രാവിലെ ഓവറായിട്ട് ഉറങ്ങുന്ന ആളുകളൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് 2-3 മണിക്കൂർ അധികം കിട്ടും ഒരു ദിവസം. അതേപോലെ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുന്നവർക്ക് പിന്നെ ഒരുപാട് സമയം, കാരണം ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. Okay, thank you, Naufal sir. Thank you so much. Okay, then next ആരാ സംസാരിക്കുന്നേ? ഹലോ ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, മാജിക് മോർണിംഗ് ഓൾ. ജാഫ് സാർ, നല്ലൊരു ക്ലാസ്. നമുക്ക് ബി മാജിക്കിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നലെ പ്രവീണ മാം എടുത്ത അതേ ക്ലാസ്, അതായത് ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളാണ് മാം ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോ സാർ അതിനെ സംബന്ധിച്ച് തന്നെ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനോട് ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ തരത്തില് സാർ ഇപ്പൊ ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. വളരെ നല്ലൊരു ക്ലാസ്. ടൈം ഒരാൾക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉള്ള ആളുകൾ, നമ്മുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മുടെ കരിയറിലായാലും എല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ സമയം കടന്നു പോകും എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ആ സമയത്ത് ചെയ്യേണ്ടത് അതാത് സമയത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേടിയെടുക്കേണ്ടതും ഒരേ സമയത്ത് തന്നെ, അതായത് നമുക്ക് എപ്പോഴാണോ സമയം, സാർ ഇപ്പോൾ സമയം യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം ഒക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബി മാജിക്. ഓക്കെ, താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ശരി, എനിവേ നമുക്ക് വേറെ ആരെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം. നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ജാഫർ സാർ, നമസ്കാരം. ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലാസ് ആദ്യമാണ് കേൾക്കുന്നത്. എല്ലാ ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ്സിലും നമ്മൾ എന്താണ് അർജന്റ്, നോട്ട് അർജന്റ്, ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ കേട്ടേക്കുന്നത്. പക്ഷെ ഈ ക്ലാസ് ശരിക്കും നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഇപ്പം ബി മാജിക്കിലെ മെമ്പേഴ്സ് ആണെങ്കിലും 5 മണിയാകുമ്പോഴത്തേക്കും എന്താണെങ്കിലും നമ്മൾ ബെഡിൽ നിന്നും ഉണരുന്ന ഒരു രീതിയിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുണ്ട്. പിന്നെ രാവിലെ ഏറ്റ കാര്യങ്ങളൊക്കെ ചെയ്ത് 6:30ക്ക് ശേഷമായിരിക്കും പിന്നെ അടുക്കളയിലൊക്കെ നമ്മൾ കയറുന്നത്. എങ്കിലും
ഇതിനകത്ത് സാർ പറഞ്ഞതിൽ നന്നായിട്ട് ഇരുത്തി ചിന്തിച്ച് ഏത് ഏരിയ ആണ് നമുക്ക് വീക്കായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയവും ഇല്ല. പിന്നെ അവിടെ പറഞ്ഞതുപോലെ എക്സർസൈസ് ഒക്കെ എന്താണ് ഗുണവും ചെയ്യുന്നില്ല ദോഷവും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയൊരു എതിർപ്പ്. ആ ഒരു 2-3 പോയിന്റ്സ് ഉണ്ടല്ലോ ആ ഏരിയയിൽ പറഞ്ഞത്. എക്സർസൈസ് ഏതായാലും നമുക്ക് ഗുണം ചെയ്യൂല, വോക്കിംഗ് ഒക്കെ ഏതായാലും ഗുണമുണ്ട്. എന്താണേലും നല്ലൊരു ക്ലാസ്, വളരെ വെറൈറ്റി ക്ലാസ്സസ്. താങ്ക് യു ഓക്കെ വെരി മച്ച്. മാം, അത് ശരിയൊരു മാമിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയെന്ന് തോന്നുന്നു. എക്സസൈസ് ശരിക്കും ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും തോന്നുന്നു എന്റെ പിന്നെ സ്ലൈഡിൽ. എക്സസൈസ് ശരിക്കും ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ ഈവനിങ് വാക്ക് എന്ന് പറയുന്നത് ഈ നമ്മള് ഓഫീസ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പുറത്തു പോയി ഒന്ന് അങ്ങനെയുള്ള ഒരു ഈവനിങ് വാക്ക് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സസൈസ് വാക്കിംഗ് ഹെൽത്തിന് ഉദ്ദേശം വെച്ചിട്ട് നടക്കുന്നതാണെങ്കിൽ അത് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആണ്, എക്സസൈസ് ആണ്. പക്ഷെ നമ്മൾ ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പോയിട്ട് അങ്ങനെ ഒരു ചുറ്റിക്കറങ്ങലുണ്ടല്ലോ, എന്താ പറയാ, സാധാരണ ആ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഒരു ഇന്റൻഷൻ ഒന്നും ഇല്ലാതെ, ഒബ്ജക്റ്റീവ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഈവനിങ് വാക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഞാനിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ ക്ലാസിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് 2 ചിന്ത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ്. ഒന്ന്, നമ്മളുടെ ഈ ഡെയിലി ലൈഫിൽ വരുന്ന ഡെയിലി റൂട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന 4 കാറ്റഗറിയിൽ ഏതിലാണ് കൂടുതൽ വരിക എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ കൂടുതലും നമ്മൾ ഈ പറയുന്ന ടൈം വേസ്റ്റിലോ അല്ലെങ്കിൽ ടൈം സ്പെൻഡിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സമയത്തിന്റെ കൂടുതൽ സമയവും ഇൻവെസ്റ്റ്മെന്റിലേക്കും യൂട്ടിലൈസേഷനിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ ടൈമിൽ കൂടുതലും ഇപ്പൊ നമ്മൾ എന്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളുടെ ഡെയിലി റൂട്ടീൻ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നോക്കും. അപ്പൊ അവരുടെ ഒക്കെ കൂടുതൽ ടൈം വേസ്റ്റില് അല്ലെങ്കിൽ സ്പെൻഡിലൊക്കെയാണ് വരിക. അപ്പൊ നമ്മൾ തിരുത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്തിന്റെ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങളുടെ മുന്നിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പറയും. കാരണം അവര് വിചാരിക്കുന്നത് ഒക്കെ ഗുഡ് നമ്മളിങ്ങനെ നന്നായിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ ഇരുന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, ഇതൊക്കെ ടൈം വേസ്റ്റിലെ ടൈം ഇതിലൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഡെയിലി റൂട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം പിന്നെ എന്താണ്, നമ്മുടെ സമയത്തിൽ കൂടുതൽ സമയവും എന്ത് ചെയ്യണം, 40 ഹവേഴ്സും ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. അല്ലെ, നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ കുറെ കാര്യങ്ങൾ പഠിക്കുക, സ്കില്ലുകൾ നേടുക, ഇതിനൊക്കെ എന്ത് ചെയ്യാണ്, ടൈമിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് ഉണ്ടാകും, അല്ലെങ്കിൽ സാക്രിഫൈസേഷൻ വേണ്ടി വരും. 2 കാര്യങ്ങളാണ്. ഒന്നിനെ റിസ്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് അവിടെ റിസ്ക് ഉണ്ടാവും, എക്സസൈസ് ചെയ്യുക റിസ്ക് ആണ്, അല്ലെ, പ്രയർ ചെയ്യുക റിസ്ക് ആണ്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ എന്തുണ്ടാവുന്നുള്ളൂ, ഒന്നിരിക്കാൻ നമുക്ക് റിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ സാക്രിഫൈസേഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാണ്, അപ്പൊ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടി വരും, പൈസ ചെലവഴിക്കേണ്ടി വരും, പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് സാക്രിഫൈസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവുമ്പോഴാണ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, നമുക്ക് ആകെ 45 മിനിറ്റ്സ് ആയതുകൊണ്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു. ഓക്കെ, താങ്ക് യു ഓൾ. ദെൻ ഗോപി, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജാഫർ സർ. എനിവേ നല്ലൊരു ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. ഓക്കെ, എനിവേ നല്ലൊരു സെഷനുമായിട്ട് ജാഫർ സർ വീണ്ടും കാണാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു ജോസർ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. Thank you, sir.